അറ്റുമണൽ പായയിൽ അന്തിവയിൽ വീണ കുഞ്ഞിലങ്കൈ വീശിവൻ രക്ഷിക്കുന്നുണ്ട്. എന്താ പറയാൻ ചോദിക്കും. പേഴ്സണലായിട്ട് പറയാം, ഗ്രൂപ്പായിട്ട് മത്സരിക്കാം, പേഴ്സണലായിട്ട് മത്സരിക്കാം. അതുകൊണ്ടാണ് ലളിതഗാനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സംഗതി സിമ്പിളായിരിക്കണം, ലൈറ്റായിരിക്കണം. ഒന്നൊന്നര കയറി പോവട്ടെ, അവിടുന്ന് തലകുത്തി ചാടണ്ടേ. ബാക്കി തലകുത്തി ചാടലൊക്കെ ഞാൻ സ്റ്റേജിൽ കാണിച്ചോളാം. ഞാനെന്താണോ പറയാതെ നിൽക്കുന്നത്? ഞാനും മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു വന്നത് ഇവിടെ വന്നപ്പോ ഉമ്മമാര് പറയാ എന്റെ ഏറ്റവും മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരുന്നു. അതെന്താ എന്റെ ഏറ്റവും അത്ര മോശമാണോ? താൻ എന്നാ ഏറ്റത്തിനാ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ജംഗിലുമ്മി കളിക്കുകയും ചെയ്യാം, ഓൺലൈനായിട്ട് സമ്മാനം വാങ്ങിക്കുകയും ചെയ്യാം. അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക ഈ കള്ളപ്പന്നികള്. സായികുമാർ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സാക്ഷാത്തിൽ ആലൊരു തവണ മാതൃക കാണിച്ചാൽ പിന്നെ മൂക്ക് കുത്തും ആകാശം. എനിക്കും താഴെ നിൽക്കുന്ന സാധാരണക്കാരായ മലയാളികൾ ഒക്കെ പോലെ അങ്ങനെ മൂക്ക് കുത്താൻ ആകാശം ഒരു മോഹം ഉണ്ടായി പോയാല് ഇന്ന് താഴെ ഭൂമിയിൽ വിനീതനായി ജനാഭയോട് ചോദിക്കും. ആ വേദിയിൽ നമ്മൾ മിമിക്രി മത്സരം നടത്തുന്നുണ്ട്, നിങ്ങൾ പോയി കാണും. വേദിയിൽ മിമിക്രി മത്സരം പുരോഗമിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കരനായ സുരാജ് വഞ്ഞാറമൂട്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ നരേന്ദ്രപ്രസാദിനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദിയിൽ നമുക്കൊന്ന് കേൾക്കാം സുരാജ് വഞ്ഞാറമൂടിന്റെ മിമിക്രിയിലേക്ക്. ദൈവങ്ങളെ പോലെയാകണം രാഷ്ട്രീയക്കാരൻ. ഒരു കൈ കൊണ്ട് പ്രളയവും പോകുമ്പോൾ വരുമ്പോഴും മറുകൈ കൊണ്ട് നമ്മളെ നശിപ്പിക്കുന്ന ദൈവങ്ങളെ ജനങ്ങൾ ഭയപ്പെടുന്നില്ലേ? അതുകൊണ്ട് മനസ്സിന്റെ ഒരു പകുതി കൊണ്ട് ആരാധിക്കുമ്പോഴും മറുപകുതി കൊണ്ട് നേതാക്കളെ ജനങ്ങൾ ഭയപ്പെടണം. ഇപ്പോൾ ഇന്ത്യയുടെ മുഖത്ത് വന്ന ഈ ഒരു ഫിയറില്ലേ. അടുത്തായി വേദിയിൽ ലാലേട്ടന്റെ ശബ്ദമാണ് അദ്ദേഹം അനുകരിക്കുന്നത്. ലാലേട്ടന്റെ രാവണപ്രഭുവിനുള്ള അച്ഛന്വേഷം സുരാജ് വഞ്ഞാറമൂട് വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിക്കാൻ നമുക്കതൊന്ന് കേൾക്കാം. ശേഖര, കഴുത്തിന് പകരം വലം കൈ അമർത്തതും പിന്നെ